എല്ലാ സഹോദരങ്ങൾക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത കോറ സ്റ്റിച്ച് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? ചെയ്തു നോക്കി എല്ലാവരും. ചെയ്യാത്തവർ വീഡിയോ കണ്ടിട്ടൊന്ന് ചെയ്ത് നോക്കൂ. ബീഡ്സ് ഒന്നോ രണ്ടോ വെച്ചിട്ടും ഇട കലർത്തിയിട്ടും ഒക്കെ നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കാണണേ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇന്ന് നമുക്ക് പേൾ സ്റ്റിച്ച് പരിചയപ്പെടാം. അപ്പോൾ വീഡിയോയ്ക്ക് പോവാം. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ എന്താ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈനിൻ്റെ തൊട്ട് താഴത്ത് നിന്ന് സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് വീണ്ടും തുണിയിലേക്ക് കുത്തിയിറക്കുക. കണ്ടോ, ഒന്ന് ചരിച്ചിട്ട് വേണം കുത്തിയിറക്കാൻ. ആ കുത്തിയിറക്കി കൂടെ വീണ്ടും സൂചി ഉള്ളിൽ കൂടെ ആയിട്ട് എടുക്കുക. അപ്പോൾ ഒരു നോട്ട് വീണു. ഒന്നുകൂടിയും കണ്ടോ, ആ ലൈനിൻ്റെ രണ്ട് ഭാഗത്തേക്ക് വേണം സൂചി നൂലും കൂടിയിട്ട് കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ കുത്തിയെടുത്ത നൂലിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും സൂചി കടത്തിയിട്ട്, ഉള്ളിൽ കൂടെ കേട്ടോ, സൂചി കടത്തിയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്നിങ്ങനെ കുത്തുമ്പോൾ ആദ്യം തന്നെ കുത്തുന്നത് ഒന്ന് ചെരിച്ചായിരിക്കണം കുത്തേണ്ടത്. കണ്ടോ, ഒന്ന് ചെരിച്ചിട്ട് വേണം കുത്താൻ. കണ്ടോ, ആ കുത്തിയിട്ട് സൂചി അപ്പുറത്തേക്ക് ലൈനിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ അത് ഏകദേശം ഈക്വൽ ആയിരിക്കണം. ഇനി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യണം വെച്ചാൽ, സൂചി ആദ്യം തുണിയിലേക്ക് കുത്തിയിറക്കുക. എന്നിട്ട് ലൈനിൻ്റെ അപ്പുറത്തേക്ക് ഒറ്റയ്ക്കെടുക്കുക. മനസ്സിലായില്ലേ? കുത്തിയിറക്കുക ആദ്യം, എന്നിട്ട് പിന്നെ ഒറ്റയ്ക്കായിട്ട് സിംഗിളായിട്ട് മുകളിലേക്ക് എടുക്കുക. അങ്ങനെ ഒരൊറ്റ ട്രിപ്പിന് ഒറ്റയടിക്ക് ലൈനിൻ്റെ അപ്പുറം കുത്തിയെടുക്കണ്ട. ആദ്യം കുത്തി ഇറക്കുക, എന്നിട്ട് അപ്പുറത്തുനിന്ന് കുത്തി മുകളിലേക്ക് വെക്കുക. ഓക്കെ. ഇപ്പം നമ്മൾ കുറച്ചായാലും പഠിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം ഇതിങ്ങനെ ചെയ്യാനൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇല്ലേ? ഒരേ താഴത്തേക്ക് കുത്തിയെടുക്കുന്നതും ഒരേപോലെ തന്നെ അപ്പുറത്തേക്ക് ലൈനിലേക്ക് എടുക്കാനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പം കണ്ടോ, എല്ലാ സ്റ്റിച്ചും ഏകദേശം ഒരേ വലുപ്പത്തിൽ വരണം. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയണത്. ഉണ്ടോ, ലൈനിൻ്റെ അപ്പുറത്തേക്ക് സൂചി എടുക്കുകയാണ്. ഈ ഭാഗത്ത് നിന്ന് അപ്പുറത്തേക്ക് കുത്തിയിട്ട് സൂചി വലിച്ചെടുക്കുക. എന്നിട്ട് ആ ലൈനിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കൂടി വലിക്കുക. കാണുമ്പോൾ വളരെ സിമ്പിൾ തന്നെയാണത്. പക്ഷേ നീറ്റായിരിക്കും വേണം. എപ്പോഴാണ് നീറ്റാവുക എന്ന് വെച്ചാൽ, ലൈനിൻ്റെ അപ്പുറം കുത്തിയെടുക്കുന്നത് ഒരേ അളവിലായിരിക്കണം എന്ന് മാത്രം. കുറച്ച് ചെരിഞ്ഞാൽ പോലും ഇതിൻ്റെ ഭംഗി പോകും. ഇനി ഇതിങ്ങനെ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അപ്പുറം ചെറിയൊരു ലൈനും കൂടി വരച്ച് കൊടുക്കുക. എന്നിട്ട് ആ ലൈനിൽ കൂടെ വേണം കുത്തിയെടുക്കണം. അപ്പോൾ പിന്നെ പ്രശ്നം വരില്ല. അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് പടിഞ്ഞിരിക്കും കേട്ടോ. വളരെ ഈസിയാണ്. മാത്രമല്ല നല്ല മനോഹരമായൊരു സ്റ്റിച്ചും കൂടിയാണത്, പേൾ സ്റ്റിച്ച് കേട്ടോ. നമ്മുടെ ചുരിദാറിൻ്റെ നെക്കിലും പറഞ്ഞ പോലെ ഒക്കെ ചെയ്യാൻ പറ്റും. ഞാനിതിൻ്റെ ഒരു ഡിസൈൻ കാണിക്കുന്നത് ചുരിദാറിൻ്റെ നെക്കിൽ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഡിസൈൻ കാണിക്കുന്നത് കേട്ടോ. വീഡിയോ മുഴുവനായിട്ടും കാണണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇഷ്ടമായിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും അപ്പോഴും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ രണ്ട് ഡിസൈൻ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ലൈൻ അടുപ്പിച്ചിട്ട് വരച്ചിട്ടും ഒന്ന് ലൈൻ ഗ്യാപ്പിട്ട് വരച്ചിട്ടും. അപ്പോൾ ഞാൻ ലൈൻ ഗ്യാപ്പിട്ട് വരച്ചതിലാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന സ്റ്റിച്ച് വിത്ത് ബീഡ്സ് ആട്ടോ. പേൾ സ്റ്റിച്ച് വിത്ത് ബീഡ്സാണ്. അതിന് വേണ്ടിയിട്ട് 3 നോട്ടിട്ടിട്ട് പിന്നെ ഒരു മുത്താണ് ഞാൻ കോർക്കുന്നത്. നിങ്ങൾക്കത് ഒരു നോട്ടിട്ട് മുത്ത് കോർക്കാം, 2 നോട്ടിട്ട് മുത്ത് കോർക്കാം. അതെങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടമാണ്. എങ്ങനെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനിവിടെ 3 നോട്ടിട്ടിട്ടാണ് മുത്ത് കോർക്കണത് കേട്ടോ. അപ്പോൾ 3 എണ്ണം കഴിഞ്ഞു. എന്താ 3 എണ്ണം കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട, സൂചി ഒന്ന് ഇത്തിരി ചെറിയ സൂചി എടുക്കേണ്ടി വരും. മുത്ത് കോർക്കാൻ പറ്റുന്നതും നൂല് കോർക്കാൻ രണ്ടും ഒരുമിച്ച് പർപ്പസുള്ള സൂചി നമ്മൾ കടയിൽ പോയി ചോദിച്ച് മേടിക്കണം കേട്ടോ. മേടിക്കുമ്പോൾ സൂചി, അതായത് സൂചിയുടെ ഉള്ളിൽ മുത്ത് കൊള്ളുമോ എന്ന് നോക്കിയിട്ട് വേണം ആ സൂചി തിരഞ്ഞെടുക്കാൻ. ഒപ്പം തന്നെ ഇത് 6-7 നൂലാണ്. അപ്പോൾ ഇത് രണ്ടും കൊള്ളാൻ പറ്റണ സൂചി നമുക്ക് തിരഞ്ഞെടുക്കുക. എന്നാൽ അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഇത് അങ്ങനത്തെ സൂചി ഞാൻ പ്രത്യേകം തിരഞ്ഞെടുക്കുന്നതാണ്. അങ്ങനെ വാങ്ങുമ്പോൾ ഒരു 5-6 സൂചിയൊക്കെ വാങ്ങി വെക്കും. ഇപ്പോൾ ഒരെണ്ണം ചിലപ്പോൾ അത് ഇത്തിരി ബലത്തിൽ ഇതാക്കിയ സൂചി വളയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ വേറെ സൂചി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ മുത്ത് കോർത്ത് ഒരു നോട്ടിട്ടു. വീണ്ടും
ഒരു നോട്ട് ഇടുകയാണ്. വീണ്ടും 3 നോട്ട് ഇടുക കേട്ടോ. 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, ഇനി ഒരെണ്ണം കൂടി. ഒരെണ്ണം കൂടിയും ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ തന്നെ നമ്മൾ ആ മുത്ത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട. അപ്പോൾ ആ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, ആ ഗ്യാപ്പിലാണ് നമ്മൾ മുത്ത് കോർക്കുന്നത് കേട്ടോ. ഇനി ശ്രദ്ധിക്കേണ്ട, മുത്ത് കോർത്തു, എന്നിട്ട് നല്ല അതോട് വെച്ചു. എന്നിട്ട് അതിൻ്റെ ഒരു ഗ്യാപ്പ്, ഒരു അകലമുണ്ടല്ലോ, ആ അകലത്തേക്ക് വേണം നമ്മൾ സൂചി കുത്തിയെടുക്കുക. എന്നിട്ട് ആ മുത്തിൻ്റെ അറ്റത്തേക്ക് വീണ്ടും സൂചി കടത്തിയിട്ട് ഇപ്പുറത്തേക്ക് ആക്കുക. നമ്മൾ ചെയ്ത വർക്ക് തന്നെയാണ്, അതിൽ പ്രത്യേകത ഒന്നുമില്ല. അതായത് ആ ഒരു ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ നൂല്, അതിൽ നമ്മൾ മുത്ത് കോർക്കുക, അത്രയേ ഉള്ളൂ. അടുത്തത് ഞാനൊരു ലൈൻ വിട്ടിട്ടാണ് അടുത്ത ചെയ്യണത്. അതെന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ മുത്തൊന്നും ചെയ്യാതെ നമ്മൾ പരിചയപ്പെട്ടുമല്ലോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തന്നല്ലോ, അതേ ഡിസൈനാണ് ഇവിടെ ചെയ്യണത്. ഉപകരണത്തിൽ ഒന്ന് സ്പീഡിൽ ചെയ്യണം. നേരത്തെ നമ്മൾ ചെയ്ത ഒരു ഡിസൈൻ ആണല്ലോ. മുത്ത് കോർക്കാതെ വെറുതെ അങ്ങോട്ട് നോട്ടിട്ട് പോവാം കേട്ടോ. ആദ്യം ചെയ്ത ലൈനേക്കാളും കുറച്ചും കൂടെ വലിയ ലൈനാണ് ചെയ്യുന്നത്. കാരണം ഞാനിത് വരച്ചു വെച്ചിരിക്കുന്ന ഒരു ഒന്ന് ചെരിഞ്ഞ മോഡലാണ് വരച്ചു വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇതിൽ. അപ്പോൾ സ്റ്റിച്ച് ഏകദേശം കഴിഞ്ഞു. ബാക്കിയുള്ളതൊക്കെ ഞാനിനി കാണിക്കണില്ല, സ്റ്റിച്ച് മുഴുവൻ ചെയ്തിട്ടേ കാണിക്കുള്ളൂ കേട്ടോ. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അപ്പോൾ പറയാം. താഴത്തെ വീഡിയോൻ്റെ താഴത്ത് ചോദിച്ചോളൂ കേട്ടോ. ഇത് അവസാനം ഞാൻ ഒന്നും കൂടെ കാണിക്കാൻ ചെയ്തതിൽ 2 ഡിസൈനാണ് ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഡിസൈനുകളൊക്കെ മാറ്റിയിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്തായാലും നെക്കിനത് മനോഹരമായ സ്റ്റിച്ചാണ്. ഇത് തന്നെ കയ്യിലും ചെയ്യാൻ പറ്റും കേട്ടോ. നോക്കൂ, കഴിഞ്ഞു. ഇത് അടിയിൽ സാധാരണ കെട്ട് പോലെ തന്നെ, ഇതാ കണ്ടോ, 2 ഡിസൈൻ ഉണ്ട് ഇതിൽ, കണ്ടോ, ഭംഗിയിൽ നല്ല ഭംഗിയായിട്ട് കഴുത്തിൽ വീനെക്കിലോ യു ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കൂ. അടുത്ത പുതിയ സ്റ്റിച്ചുമായിട്ട് വേറൊരു വീഡിയോയിൽ വരാം കേട്ടോ. താങ്ക് യു.